ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പൈത്തണിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനായ ഇറ്റർ എന്ന് പറഞ്ഞ ആ ഫംഗ്ഷനെ പറ്റിയാണ്. ഇറ്റർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. നമുക്ക് അതിനകത്ത് പാരാമീറ്റർ ആയിട്ട് പൈത്തണിന്റെ കളക്ഷൻ ഡാറ്റ ടൈപ്പിൽ ഏതെങ്കിലും നമുക്ക് പാസ് ചെയ്യാം. ഉദാഹരണത്തിൽ ട്യൂപ്പിള്, ലിസ്റ്റ്, സെറ്റ്, ഡിക്ഷണറി, അങ്ങനെ ഏത് കളക്ഷൻ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് പാസ് ചെയ്യാം. നമുക്ക് അതിനെ അങ്ങനെ ലൂപ്പ് ചെയ്യുന്ന പോലെ എടുക്കാം. നെക്സ്റ്റ് പറഞ്ഞ് നെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് അതിനെ അതിൽ കൂടെ ഇങ്ങനെ ഓരോ എലമെന്റിൽ നമുക്കങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഒരു എക്സാമ്പിൾ വഴി അതൊന്ന് പഠിക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു ലിസ്റ്റോ ട്യൂപ്പിളോ ഏതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആപ്പിൾ, അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വയ്ക്കുന്നു. ആപ്പിൾ, ബനാന, grape, pineapple. ആപ്പിൾ, ബനാന, ഗ്രേപ്പ്, പൈനാപ്പിൾ. സോ നമുക്കൊരു ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇപ്പം ഞാനിവിടെ IT ഫ്രൂട്ട്സ് എന്ന് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഫ്രൂട്ട്സിന്റെ ഇറ്ററേറ്റർ ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ഇറ്റർ എന്നുള്ള ഫംഗ്ഷൻ പറയുക, ഇറ്റർ ഫ്രൂട്ട്സ് എന്ന് പറയുക. ഇപ്പം നമുക്കിത് ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് കിട്ടി. അത് അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഇറ്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ അതിന്റെ ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ട്യൂപ്പിൾ ആയതുകൊണ്ട് ട്യൂപ്പിൾ ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് പാസ് ചെയ്യുക. സോ ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പം നമുക്ക് ആപ്പിൾ കിട്ടി. ഇപ്പം നമുക്കിത് കിട്ടണമെങ്കിൽ ഇത് ലൂപ്പിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് റൺ ചെയ്ത് നോക്കുക. സോ ഇതിനകത്തുനിന്ന് ഒരു സമയത്ത് ഒരു എലമെന്റ് ആയിരിക്കും ഒബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്നത്. സോ ഇതാണ് ഇറ്ററേറ്റർ എന്നുള്ള ഇതിന്റെ കാര്യം, ഇറ്റർ ഫംഗ്ഷന്റെ ഉപയോഗിക്കുന്ന രീതി. നമുക്കൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിനൊന്ന് ലൂപ്പ് ചെയ്യാം. ഇപ്പൊ ഈ ഫ്രൂട്ട്സ് എന്നുള്ള ആ ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഫോർ I in fruits. പ്രിന്റ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ മെത്തേഡ് നെക്സ്റ്റ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇറ്റ് ഫ്രൂട്ട് എന്ന് കൊടുത്താൽ മാത്രം മതി. ഇന്ന് റൺ ചെയ്യാം. സോ ഇപ്പം നമുക്ക് കാണാം ആപ്പിൾ, ബനാന, ഗ്രേപ്പ് ആൻഡ് പൈനാപ്പിൾ വന്നിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇറ്റർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫ്രൂട്ട്സ് എന്നുള്ള ഇതിനകത്ത് നമ്മളൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾക്ക് ലിസ്റ്റ് ആകാം. ഇപ്പൊ ഒരു ട്യൂപ്പിളാ കൊടുത്ത് നമുക്കൊരു ലിസ്റ്റ് ആകാം. ഈ സെയിം തിങ് തന്നെ ലിസ്റ്റിൽ വർക്ക് ചെയ്യും. ഇത് നമുക്കൊരു സെറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി ആകാം. ഏത് കളക്ഷൻ ഡാറ്റ ടൈപ്പിലും നമുക്കിത് വർക്ക് ചെയ്യും ഈ ഇറ്റർ എന്നുള്ളത്. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ യൂസേജ്, ഇറ്റർ എന്നുള്ള ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.